നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദാഹവും വിശപ്പും ഒക്കെ മാറാൻ സഹായിക്കുന്ന അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഏത് ഡ്രിങ്ക് തയ്യാറാക്കിയാലും സബ്ജ സീഡ്സ് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളതാണ് കുറച്ച് ക്യാരറ്റിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കർ എടുക്കുന്നില്ല, നമ്മൾ പാനിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഡ്രിങ്കിന് കുറച്ചൊരു മധുരം വേണ്ടി, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു 5 മുതൽ 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ഒന്നുകിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഡേറ്റ്സ് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടും. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുക്കുമ്പോൾ ഒത്തിരി വെള്ളം എടുക്കരുത്. അതായത് ക്യാരറ്റ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം എടുക്കാവൂ. വെള്ളം ഇതുപോലെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 ഏലക്കയുടെ സീഡ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ വാനില എസൻസിനെ കാട്ടിലും ഏറ്റവും നല്ലത് ഇതുപോലെ ഏലക്ക ചേർക്കുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. കാരണം ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി വെള്ളം ആവശ്യമായിട്ടില്ല. ഈ ഒരു അളവിൽ വെള്ളം മതിയാകും. ഇനി ക്യാരറ്റ് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. അതായത് ഒരു 5 മുതൽ 6 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വേഗത്തിൽ തണുത്ത് കിട്ടാനായിട്ട് ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേവിക്കുകയാണെന്നെങ്കിൽ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബ്ലെൻഡറിലോട്ട് മാറ്റാവൂ. ഇനി അടുത്തായിട്ടൊരു ബ്ലെൻഡറിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് പാലോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ചേർക്കാം. അതായത് കുറച്ച് ബദാം, കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നില്ല. ഇതിൽ വെള്ളമോ അല്ലെങ്കിൽ പാലൊന്നും ചേർക്കാതെ ഇവ രണ്ടും മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും ഡേറ്റ്സൊക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യമേ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ക്യാരറ്റും ഡേറ്റ്സും കൂടി ആദ്യമേ നമ്മൾ അരച്ചെടുത്തത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പാലും കൂടി ചേർക്കാം. 2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു ഏലത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ വാനില എസൻസ് ചേർത്താൽ ഇത്ര നല്ല ഫ്ലേവർ കിട്ടില്ല. അങ്ങനത്തെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി പാല് ചേർക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 2.5 കപ്പ് പാലാണ് ചേർത്തത്. പാലും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമോ അതനുസരിച്ചിട്ട് പാലോ വെള്ളമോ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ കിട്ടും. വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സബ്ജ സീഡ്സും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ആപ്പിളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഗ്രീൻ ആപ്പിളാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന സബ്ജ സീഡ്സും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. കാരണം ആപ്പിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കഴിയുന്നതും ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് സബ്ജ സീഡ്സും അതുപോലെ തന്നെ ആപ്പിളും കൂടി ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇഫ്താറിൻ്റെ സമയത്ത് തണുപ്പോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ച് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അവർക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നേരത്തെ കുറച്ച് സബ്ജ സീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കുറച്ച് സബ്ജ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, എങ്കിലും പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഇതിൽ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെ നല്ലതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്